പ്രാണീതി പ്രവൃത്തഭു പ്രവൃത്തിഭു എന്ന് പറയുന്നതിലൂടെ സ്വപ്നാവസ്ഥയിൽ ഏകാന്തമായി സ്വവാസനാനിർമ്മിതമായ ലോകത്തെ നിർമ്മിച്ച് അനുഭവിക്കുന്നതിന് ആ ബോധാംശത്തിനെയാണ് ഗുരുവിടെ പ്രവൃത്തിയുക്ത ബുദ്ധ എന്ന് പറയുന്നത്. സ്വപ്നവേളയിൽ സ്വവാസനാനിർമ്മിതമായ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാം സ്വപ്നം കാണുമല്ലോ. അങ്ങനെ ഈ പ്രപഞ്ചം ഈ സ്വപ്നത്തിലെ സുവാസനാനിർമ്മിതമായ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിട്ട് അതിനെ ആത്മാവിനെ കൊണ്ട് അനുഭവിപ്പിക്കുന്നതിനെയാണ് അനുഭവിപ്പിക്കുന്ന ആ ബോധാംശത്തെയാണ് ഇവിടെ പ്രവൃത്തിഭുക്ത എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ബഹിരഹം. ബഹിരം എന്ന് പറഞ്ഞാൽ ജാഗ്രതയിൽ ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണെന്ന് ഞാനെന്ന ഭാവത്തിൽ, ആ ബോധം ഞാനെന്ന ഭാവത്തിൽ സ്ഫുരിക്കുന്നതിനെയാണ് ബഹിരഹം എന്ന് പറയുന്നത്. അത് ഞാൻ ഭോക്താവാണ്, വസ്തുവിൽ ആത്മാവാണ് അവിടെ ഉള്ളത്. ആ ആത്മാവിനെ ഞാനാണ് ആത്മാവ് ചെയ്യുന്ന ആത്മാമായ ചെയ്യുന്ന കർമ്മങ്ങളെ ഞാനാണ് ചെയ്യുന്നതിനുള്ള, ഞാൻ കർത്താവാണ്, ഞാനാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നു, ഞാൻ ഫലം അനുഭവിക്കുന്നു എന്നുള്ള അഹന്ത നമ്മളിൽ ഉണ്ടാകുന്നു. അതുണ്ടാക്കുന്ന ബോധാംശത്തിനെയാണ് ബഹിരഹം എന്ന് പറയുന്നത്. യസ്യാത്മകരാസ്മൃത്യഘമതി പ്രത്യന്തരംഗിനെയും യസ്യ സൃഷ്ടി സമർത്ഥിതേ പ്രതിപദാത്മാശ്രമത്വം ഹിസ. യസ്യാത്മകര ഏതൊരു ആത്മാംശമാണോ സ്ഫുരത്യഹമിതി നമ്മുടെ അന്തരംഗങ്ങളിൽ, നമ്മുടെ മനസ്സിൽ ഞാനെന്ന് എപ്പോഴും സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തി ഏതൊന്നാണോ യസ്യൈ സൃഷ്ടി സമർത്ഥിതേ പ്രതിപദാ സമർപ്പിക്കുന്നത്. പ്രതിപദ എന്ന് വെച്ചാൽ ഓരോ കാര്യത്തിലും പൂർണ്ണയായ ഏതൊന്നിനാണോ സൃഷ്ടി സമർപ്പിക്കുന്നത് ത്വം ഹിസ, അത് തന്നെയാണ് ശക്തി. ഈ ശക്തി നീ തന്നെയാണ്, കേട്ടാലും ശിക്ഷ. അപ്പോൾ ഈ പദ്യത്തിലെല്ലാം, ഇതിന് മുൻപുള്ള പദ്യത്തിലെല്ലാം ബ്രഹ്മം ആണ് നീ എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം ശക്തിയായ ഈ ശക്തിയെല്ലാം നീ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോ ശക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിൽ നിന്നും അന്യമല്ലല്ലോ. ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായ ശക്തി സ്പന്ദിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. ബ്രഹ്മശക്തി സ്പന്ദിക്കുന്നതോടുകൂടിയാണ് ഈ പ്രപഞ്ചം ചുരുൾ വരുന്നത് പോലെ ആകാശത്തിൽ ഉണ്ടായി വരുന്നത്. അപ്പോ ഈ ശക്തി ആ ബ്രഹ്മത്തിൽ നിന്നും അന്യമല്ലാത്തതുകൊണ്ടാണ്. അത് നീ തന്നെയാണ് ശിക്ഷ, കേട്ടാലും. അടുത്ത് പറയുന്നത് പ്രജ്ഞാനം ത്വമസ്മി തത്വമസി തദ് ബ്രഹ്മായമാത്മേതി സംഘായം വിപ്രചര പ്രശാന്ത മനസാ ത്വം ബ്രഹ്മഭൂതോദയ പ്രാരബ്ധം കുരു സംഹിതം തപ ഇമാതിമ ത്വ ധർമാഭ്യസ ത്വര്യഭ്യസ്തമോ അതു അഖിലം ത്വമസി. സാക്ഷാത്കാരത്തെ ഉറപ്പിക്കുന്ന മന്ത്രങ്ങളാണ്, മഹാമന്ത്രങ്ങളാണ്, മഹാവാക്യങ്ങളാണ് ഇത്. പ്രജ്ഞാനം ത്വമസ്മി തത്വമസി തത്വമസി, അത് നീ തന്നെയാണ്. തത് ബ്രഹ്മ അയമാത്മേതി, ഈ ബ്രഹ്മം, ഈ ആത്മാവ് ആ ബ്രഹ്മം തന്നെയാണ്. അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പ്രപഞ്ചമായി നിലനിർത്തി പ്രപഞ്ചത്തിൽ പ്രവേശിച്ചു നിൽക്കുന്ന ആ ശക്തി അയമാത്മാ, ഈ ആത്മാവ് ആ ബ്രഹ്മം തന്നെയാണ്. സംകായൻ പ്രശാന്തമാനസാവിപ്രജര, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് രാഗദ്വേഷങ്ങളൊക്കെ മാറി മനസ്സ് സംശുദ്ധമായി രാഗാദി അഷ്ടരാഗങ്ങളൊക്കെ ഒഴിഞ്ഞു തന്നിൽ നിന്നും അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും അന്നേത് ശോകം അന്നേത് മോഹം വേഗത്തുരട്ടിനെ എന്നുള്ള അവസ്ഥയിലേക്ക്, അതായത് തന്നിൽ നിന്ന് അന്യമായി ലോകത്തൊന്നുമില്ല, എല്ലാത്തിനെയും തന്നെ പോലെ കാണുകയാണ്. അല്ലെങ്കിൽ ഇപ്പോ ഇവിടെ ആൾക്കൊരു ആക്സിഡന്റ് വന്നാൽ
ഇപ്പൊ അവരെ നമ്മൾ ഓടിച്ചെന്ന് നോക്കിയിട്ട് ആ കുഞ്ഞിനെ അച്ഛനും അമ്മയാണെങ്കിൽ കുറച്ചുകൂടി പ്രയാസത്തോടെ ഓടിച്ചെന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടു. കുറച്ചുകൂടി അകന്നു നിൽക്കുന്നവരാണെങ്കിൽ ചെന്നിട്ടോ കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് അവരിലേക്ക് പോയി ആകാരം അവരെ കാര്യം. അപ്പോ ഇങ്ങനെ നമ്മുടെ സാക്ഷിയായി നമ്മൾ അച്ഛനും അമ്മയുമാണ് ചെയ്യുന്നത്. നമ്മൾ ഇത് മാറിയിട്ട് എല്ലാ ജീവികളോടും എല്ലാ മനുഷ്യരോടും നമുക്ക് തന്നിൽ നിന്നും ഒരു ഭേദമില്ലാതെ ആ കുട്ടിയും മറ്റൊരാളിന്റെ കുട്ടിയെയും തന്റെ കുട്ടിയെയും തന്നെയും ഒരുപോലെ കാണുന്ന ആ മനസ്സിന് ആ അവസ്ഥയിൽ അന്നേത് ശോകം അന്നേത് മുഖം ഏകത്വത്തിന് ആ ഏകത്വത്തിന് പിന്നെ എങ്ങനെയാണ് ശോകം ഉണ്ടാകുന്നത്, ആർക്കാണ് ഉണ്ടാകുന്നത്? എല്ലാം ആ വ്യക്തി തന്നെയാണ് എല്ലാമായിരിക്കുന്നത്. ആ വ്യക്തി ഇല്ലെങ്കിലും എല്ലാമായി ആ ആത്മാവ് ഉണ്ടാകും. പ്രജ്ഞാനന്ദമസ്മി ബ്രഹ്മ അയം ആത്മാതി സംഘായൻ വിപ്രജര പ്രശാന്ത മനസ്സുമായി തെളിഞ്ഞ മനസ്സോടുകൂടി സംഘായൻ താൻ അനുഭവിച്ചറിഞ്ഞ ആ ബ്രഹ്മസത്തയെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുകൾ പാടി സർവ്വതിനെയും ബ്രഹ്മസമമായി കണ്ട് സർവ്വതിനെയും നമിച്ചുകൊണ്ട് സർവ്വരെയും സർവ മനുഷ്യരെയും പുരുഷന്മാരെയൊക്കെയെല്ലാം പരമേശ്വരന്മാരായി കണ്ടുകൊണ്ട് സ്ത്രീകളെയെല്ലാം പരമേശ്വരികളായി കണ്ടുകൊണ്ട് സർവ്വതിനെയും നമിച്ചുകൊണ്ട് ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്ന് അറിഞ്ഞ് അനുഭവിച്ച ഒരു മഹത്തായ ഗുരുവിന് സമമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ബ്രഹ്മജ്ഞാനിക്ക് പ്രാരബ്ധം കൊരു സഞ്ചിതം തവ ഇമ ആദിമത്വ കർമാഭ്യസം. പ്രാരബ്ധം ഇവിടെ, സഞ്ചിത കർമ്മം ഇവിടെ, ആഗാമിക കർമ്മം ഇവിടെ, കർമ്മം പോലും ഇല്ലാത്തതാണ്. ഇത് മൂന്ന് നമ്മുടെ ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അത് നമ്മുടെ മനസ്സിൽ രാഗദ്വേഷങ്ങളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. ഇന്നോ ഞാൻ ചെയ്യുന്ന കർമ്മം, നാളെ ഞാൻ ചെയ്യുന്ന കർമ്മം, ആ കർമ്മങ്ങളെല്ലാം നാം ചെയ്യുന്നത് ഫലം കാക്ഷിച്ചുകൊണ്ടാണ്. ഫലം കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം അതിന്റെ ഫലം ഒതുക്കാതെ നശിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ആ കർമ്മങ്ങളെല്ലാം വാസനകളായി എന്റെ മനസ്സിൽ, എന്റെ മനോമൂലത്തിൽ അടിഞ്ഞുകൂടും. അങ്ങനെ ജന്മാന്തരങ്ങളായി അടിഞ്ഞുകൂടുന്ന ആ കർമ്മഫലം വാസനകളായി കൂടുന്ന അതിനെയാണ് സഞ്ചിത കർമ്മം. പിന്നെ പറയുന്ന ആഗാമിക കർമ്മം, അതായത് വരാനിരിക്കുന്നത്. അപ്പോ നമുക്ക് നിലവിൽ ഉള്ളത് പിന്നെയുള്ള ജന്മങ്ങളുണ്ടായാൽ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരാനുള്ള കർമ്മവുമില്ല. അപ്പൊ ഈ മനസ്സ് പ്രശാന്ത മനസ്സായി പൂർണ്ണമായി മനസ്സ് കഴിഞ്ഞ് മനസ്സിൽ മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ സഞ്ചിതമായ കർമ്മങ്ങളും ഹിമാഗാമിക കർമ്മവും പ്രാരബ്ധ കർമ്മങ്ങളുമുണ്ട്. പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത് ഈ സഞ്ചിത കർമ്മങ്ങളിൽ തന്നെ പ്രബലമായ ചില സങ്കല്പങ്ങൾ സ്വവാസനാനുർമ്മിതമായ ശരീരത്തെ നിർമ്മിച്ച് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് യുക്തമായ അനുഭവങ്ങൾ നമ്മുടെ സംഗീത കർമ്മത്തിൽ അടിഞ്ഞു പോകുന്നത് ചിലതൊക്കെ പൊന്തി വന്ന് അത് നിലനിന്ന് അതിന് അനുഭവിക്കേണ്ട ശരീരത്തെ ഉണ്ടാക്കി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കർമ്മത്തിന് പ്രാരബ്ധ കർമ്മമെന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് കർമ്മങ്ങളും വെറുതെയാണ്, ഇല്ലാത്തതാണ്, കർമ്മം പോലും ഇല്ലാത്തതാണ്. അപ്പൊ ഞാനെന്ന ഭാവമില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ കർമ്മങ്ങൾ പോലും ഇല്ലാത്തതാണ്. കർമ്മണ്യവാധികാരസ്യമലേക്ഷുതരാചന. ഞാൻ ഫലം കാക്ഷിക്കാതെ കർമ്മം ചെയ്യുന്നുവെങ്കിൽ അതിന്റെ ഫലം നമ്മുടെ മനസ്സിൽ അടിയുകയില്ല എന്നുള്ളതാണ്. കാരണം
ഞാൻ കർത്താവെന്ന ബോധം എനിക്കില്ല. ഞാൻ കർത്താവെന്ന ബോധം ഉള്ളതുകൊണ്ടാണ്, അതിന്റെ ഫലത്തെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ് അതിന്റെ ഫലം നമ്മുടെ മനസ്സിൽ അടിയുന്നത്. അപ്പൊ അതുകൊണ്ട് കർമ്മണ്യേവാധികാരസ്ഥ്യമാ ഫലേഷു കഥാചന. ഞാൻ കർത്താവാണ്, ഞാൻ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്ന ആളാണ് എന്നുള്ള ആ ചിന്ത ഇല്ലാതെ പ്രവൃത്തി പദം തന്നെ സ്മരിക്കാതെ ഇങ്ങനെ ഒരു ജീവൻ മുക്തനായി ഗുരു ഇവിടെ നമ്മുടെ മരുത്വാമലയിലെ തവ ശരീര ശേഷം ആത്മസാക്ഷാത്കാരത്തിൽ പരമമായ ആനന്ദം അനുഭവിച്ച് അവിടെ ഇരുന്നുകൊണ്ട് സംസാര സാഗരത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴും ആ ആത്മസാക്ഷാത്കാര അനുഭവ ദിശ നിലനിർത്തിക്കൊണ്ടാണ് ഈ പ്രപഞ്ചമാകെ ചുറ്റി നടന്ന് തന്റെ കർമ്മകാണ്ഡം ഇവിടെ മുഴുമിപ്പിച്ചത്. അപ്പോ അങ്ങനെ നടക്കുന്ന ഒരു ഗുരുവിനെ ഈ പ്രാരബ്ധ കർമ്മമോ സഞ്ചിത കർമ്മമോ ദിമാഗാമി കർമ്മമോ ഒന്നും ബാധിക്കുന്നതല്ല. കർമ്മം പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ കർമ്മം ചെയ്യുന്നതും ചെയ്യാത്തതും ആ ആത്മാവിന് ഒരുപോലെയാണ്. പ്രവൃത്തി പദത്തിൽ നിന്നും നിവർത്തി പദത്തിലേക്ക് വരുന്ന അവസ്ഥയാണ്. ഈ പ്രവൃത്തി പദത്തിൽ ഒരിക്കലും നമുക്ക് മോക്ഷം സാധ്യമല്ല എന്നുള്ളതാണ്. കാര്യം പ്രവൃത്തി പദത്തിൽ എപ്പോഴും നന്മയും തിന്മയും കൂടിയേ പ്രവൃത്തി പദത്തിൽ നിൽക്കുകയുള്ളൂ. നമ്മളിപ്പോ ഏതൊരു കാര്യം ചെയ്താലും അത് ഗുണവും ദോഷവുമായിട്ട് എത്ര പരിശുദ്ധമായ ഒരു ക്ഷേത്രം കെട്ടുന്ന കാര്യത്തിലായാലും ആ ക്ഷേത്രം ഉണ്ടാക്കുന്ന അവസരത്തിൽ എത്രയോ ചെറിയ ചെറിയ ജീവികളെ കൊടുക്കുന്നുണ്ട് ആ കർമ്മത്തിൽ. അതുപോലെ ഇഷ്ടം പോലെ അതുകൊണ്ട് കൂടെ ചേർന്ന് നിൽക്കും. അങ്ങനെ പരസ്പര വൈവിധ്യങ്ങളായ ബന്ധങ്ങൾ ചേർന്നതാണ് ഈ ലോകം. അപ്പൊ സുഖവും ദുഃഖവും പോലെ രാവും പകലും പോലെ ഗുണദോഷ സമ്മിശ്രമാണ് സകല കർമ്മങ്ങളും. അതുകൊണ്ടാണ് കർമ്മം പോലും ഒഴിഞ്ഞ് കർമ്മത്തിൽ നിന്നും നിവർത്തി പദത്തിലേക്ക് കർമ്മമില്ലാത്ത നിശ്ചലമായ നിർമ്മലമായ അവസ്ഥയാണ് പരബ്രഹ്മത്തിന്റെ അവസ്ഥ. പരമമായ ബ്രഹ്മത്തിന്റെ അവസ്ഥ നിർമ്മലമായ അവസ്ഥയാണ്, നിർവികാരമായ അവസ്ഥയാണ്. നിർവികാരമായ അവസ്ഥ എന്ന് പറയുമ്പോൾ വികാരം ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിസിറ്റി കറണ്ട് ഞാൻ ചെന്ന് കൊടുക്കും. ഒരു 3 വയസ്സായ കുട്ടി ചെന്ന് കൊടുത്താലും ഞാൻ ചെന്ന് കൊടുത്താലും ആ കറണ്ടിന് പക്ഷപാതപരമായ ഒന്നുമില്ല. രണ്ടുപേരെയും ഒരുപോലെ അടിക്കും, രണ്ടുപേരും. അതേസമയം ഒരു മനുഷ്യനാണെങ്കിൽ ആ കുട്ടി ചെല്ലുമ്പോഴത്തേക്ക് അതിനൊരു വ്യത്യാസം ഉണ്ടാകും. ആ കുട്ടി ഒന്ന് ചെയ്യും. അപ്പൊ അങ്ങനെ നിർവികാരനാണ് ബോധം. ആ ബോധമാണ് തന്റെ ശക്തിയെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പരിശുദ്ധമായി ബോധസത്തയായി നിലനിന്നുകൊണ്ട് അവിടെ ഓർഡർ ചെയ്യുന്നത് ഇന്നത് ചെയ്യാൻ പറയും. ശക്തി സ്പന്ദിച്ചാൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശക്തിയെ പ്രസാദിപ്പിച്ചാലേ നമുക്ക് ഈ ഭൗതിക ജീവിതത്തിൽ സുഖം കിട്ടണമെങ്കിൽ നമ്മൾ ദേവി പൂജ അല്ലെങ്കിൽ നമ്മുടെ ദേവി ക്ഷേത്രത്തിലേക്ക് പോകുമല്ലോ. അവിടെ ശക്തിയാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ ശക്തിയാകുമ്പോൾ ശക്തി പെട്ടെന്ന് പ്രസാദിക്കും. കാര്യം ഈ കർമ്മങ്ങളെല്ലാം നേരിട്ട് ചെയ്യുന്നത് ശക്തിയാണ്. ബോധം ഇതിന് മാറി നിന്ന് ഇത് ഇന്നത് ചെയ്യണം എന്ന് പറയുകയല്ലാതെ ഈ പ്രവൃത്തിയിൽ പുരളുന്നതേ ആ രീതിയിലാണ് ശക്തി നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണന്തല ദേവീസ്തവത്തിലൊരു വഴിയുണ്ട്. അതിനെ പറയപ്പെടുന്നത് സാധിക്കും സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകി ചേതസ്സിങ്കലിക്കൊണ്ടു ജനനി ചൈതന്യമായി എപ്പോഴും ബോധിപ്പിപ്പശീഷം അമ്പുതിയിൽ വന്നേറിക്കലം നീളും അസോദസന്നകണക്കു നിന്നടിയിൽ വന്നേ. സാധിക്കും സകല കാര്യങ്ങളും സാധിക്കും. സമസ്ത ഭുവനങ്ങളിലുള്ള സർവർക്കും എല്ലാം സാധിക്കും. സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകി സ്വീകരിക്കുന്നതുകൊണ്ട് എല്ലാവരുടെ മനസ്സിനെ ഞാൻ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയല്ല, അതിനപ്പുറത്തുള്ള ആത്മചൈതന്യം അതെല്ലാവരുടെ മനസ്സിലും ഇതിനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശക്തിയാണ്, ദേവിയാണ്. ആ ശക്തി എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട്
സാധിക്കും സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകി നീ ചേതസ്സിങ്ങനിരിക്കും ദിനനീ ചൈതന്യമായിപ്പോഴും ബോധിപ്പിപ്പത ശേഷം നാം അപേക്ഷിക്കുന്നതെല്ലാം സാധിച്ചു തരുന്നു. ബോധിപ്പിക്കുന്നത് എല്ലാത്തില്ല, നമുക്ക് അർഹതപ്പെട്ടതായിരുന്നു. ബോധിപ്പിപ്പത് അശേഷം അമ്പുതിയിൽ വന്നേറിക്കലർന്നിരുന്ന സ്രോതസ് എന്നാണ്. സമുദ്രത്തിൽ ഈ ജലസ്രോതസ്സുകൾ ചെറിയ ചെറിയ ചാലുകളായി, തോടുകളായി, ആറുകളായി, നദികളായി എല്ലാം ചെന്നൊഴുകിയെത്തുന്നത് ഒരു ഭേദവുമില്ലാതെ ആ സമുദ്രത്തിലാണ്. സമുദ്രത്തിലെ ചെല്ലുമ്പോൾ ഇത് ആറിലെ നദിയാണ്, അല്ലെങ്കിൽ നാട്ടിലെ വെള്ളമാണ്, നോട്ടിലെ വെള്ളമാണ് എന്ന് തിരിച്ചു നിർത്താറില്ല. എല്ലാ ഭക്തരെയും അവ ഒരുപോലെ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. എല്ലാ ഭക്തരെയും ഒരുപോലെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് എല്ലാം കൊടുക്കുന്നു. എല്ലാ സാധനങ്ങളായി അരിയും ചോറും നെല്ലുമായിട്ടല്ല കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇവിടെ ഫലങ്ങൾ, മരങ്ങൾ വേണം, മരങ്ങളുടെ ഫലങ്ങൾ വേണം, ആ ഫലങ്ങൾ നമ്മൾ ഭക്ഷിക്കും. അപ്പോൾ നമുക്ക് ആഹാരം വേണം. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിന് ജലം വേണം, നിൽക്കാൻ ഇടം വേണം. ഇതെല്ലാം ആരാണ് കൊടുക്കുന്നത്? അമ്പുതിയിൽ വന്നേറി കലർന്നീകം ആ സ്രോതസ്സെന്ന കടക്കും നിന്നടിയിൽ വന്നേറുന്നുമാകുന്നതേ. ഈ സമുദ്രത്തിലെ ജലമെല്ലാം വീണ്ടും നീരാവിയായി കാമേഘമായി മഴ പെയ്യിച്ച് പർവ്വതങ്ങളിലും കുന്നുകളിലും അവിടെ വെള്ളം എത്തിക്കുന്നത് ഏതൊരു ശക്തിയാണ്? ഒരു കുളം കൊണ്ട് പകുതി വെള്ളം കോരി അവിടെ കൊണ്ട് ഒഴിക്കാൻ പറ്റും? പറ്റില്ലല്ലോ. അപ്പൊ ഈ പ്രപഞ്ച ശക്തിയുടെ ആ പരമമായ ആ മഹത്തായ ആ കർമ്മത്തെ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ സമുദ്ര ജലത്തെ എങ്ങനെയാണ് ആ പർവ്വതങ്ങളിൽ എത്തിച്ച് മരങ്ങളെ നിലനിർത്തി അവയിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാക്കി ആ അമ്മയുടെ സന്തതികളായ മക്കൾക്കെല്ലാം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അതിൽ വ്യക്തമാക്കി ഗുരു പറഞ്ഞത്. പ്രാരബ്ധം ഗുരു സഞ്ചിതം തവകിമാനിമത്വ കർമാഭ്യസത്വൈ അധ്യസ്ഥതോ അഖിലം തമസി സച്ചിന്മാത്രമേകം വിഭു. അങ്ങനെ വെറുതെ നിന്നെ വെറുതെ ആരോപിക്കുകയാണ്. കർമ്മം പോലും ഇല്ലാത്തതാണ്. നീ ആരാണ്? സച്ചിൻ മാത്രമേകം, സത്ത് മാത്രമായ ഉണ്മ മാത്രമായ സത്യമാണ് നീ ഉണ്മ മാത്രമായ സത്യമാണ്. അവസാനമായി ശിഷ്യനോട് പറയുകയാണ്, നീ ഉണ്മ മാത്രമായ സത്യം മാത്രമാണ്. നീ സൃഷ്ടിസ്ഥിതി പ്രളയത്തിന് ഏകാശ്രയമായ ഈശ്വരനാണ്. അഖിലം തത്വമസി സത്യമാത്രമേകം വിഭു. ശിഷ്യ സത്യമാത്രമേകം, നീ ഏകവും ഉണ്മയുമായ വിഭുവാണ്. സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്ക് ഏകാശ്രയമായ ഈശ്വരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്യം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ആദരങ്ങൾ ഉയർത്തുകയാണ്. ഷെഡ്യൂൾ കിട്ടാൻ ആർക്കും വേണമെന്ന് പറയുന്നത്.
പോ